നേപ്പാളിൽ പുതിയ ഭരണകൂടം വന്നിരിക്കുകയാണ്. നേപ്പാളിൽ പുതിയ ഭരണകൂടം വന്നതിന് ശേഷം വമ്പൻ നീക്കങ്ങളാണ് നേപ്പാൾ നടത്തുന്നത് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. ഒരു പ്രധാന നയതന്ത്ര നീക്കത്തിൽ നേപ്പാളിലെ ബാലൻസ് സർക്കാർ, മുൻ ഒലി സർക്കാർ, ഇന്ത്യ ഉൾപ്പെടെ 6 രാജ്യങ്ങളിലേക്ക് നിയമിച്ച അംബാസഡർമാരെ ഒരു മാസത്തെ നോട്ടീസ് നൽകി തിരിച്ചു വിളിച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമെടുത്തതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലോക് ബഹാദൂർ ഛേത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഒലി നിയമിച്ച അംബാസഡർമാരെ തിരിച്ചു വിളിച്ച രാജ്യങ്ങളുടെ പേരുകൾ ഇന്ത്യ, ഓസ്ട്രേലിയ, ശ്രീലങ്ക, ഡെൻമാർക്ക്, ദക്ഷിണ കൊറിയ, ദക്ഷിണാഫ്രിക്ക എന്നിവയാണ്. ബാലൻസ് സർക്കാരിന്റെ ഈ തീരുമാനത്തെ തുടർന്ന് ഇന്ത്യ ആസ്ഥാനമായിട്ടുള്ള ശങ്കർ പ്രസാദ് ശർമ്മ, ഓസ്ട്രേലിയ ആസ്ഥാനമായിട്ടുള്ള അംബാസഡർ ചിത്രലേഖ യാദവ്, ഡെൻമാർക്ക് ആസ്ഥാനമായിട്ടുള്ള സുമനിമ തുലാധർ, ശ്രീലങ്ക ആസ്ഥാനമായിട്ടുള്ള പൂർണ്ണ ബഹാദൂർ, നേപ്പാളി, ദക്ഷിണ കൊറിയ ആസ്ഥാനമായിട്ടുള്ള ശിവമായി തുലിംഗ് ഹാൻഡെ, ദക്ഷിണാഫ്രിക്ക ആസ്ഥാനമായിട്ടുള്ള ഡുബിൽമാൻ ശ്രേഷ്ഠ എന്നിവരെ കാഠ്മണ്ഡുവിലേക്ക് തിരികെ വിളിച്ചിരിക്കുകയാണ്. ഇവർ ഉടനെ തന്നെ നേപ്പാളിലേക്ക് മടങ്ങുമെന്ന റിപ്പോർട്ടുകൾ ലഭിക്കുകയാണ്. ഈ അംബാസഡർമാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ ഒരു മാസത്തെ സമയം നൽകിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് സംഭവിക്കുന്നത് ആദ്യമല്ല. നേരത്തെ ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് ഒലി പ്രധാനമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ച് ദുബായിലേക്ക് പോയപ്പോൾ സുശീല കാർക്കിയുടെ ഇടക്കാല സർക്കാർ ഒലി നിയമിച്ച 17 അംബാസഡർമാരിൽ 11 പേരെ തിരിച്ചു വിളിച്ചത് നമുക്കറിയാം. ജനറൽ ജൻസിയുടെ പ്രക്ഷോഭത്തെ തുടർന്ന് ചൈനയെ അനുകൂലിക്കുന്ന KP ശർമ്മ ഒലി രാജിവെക്കേണ്ടി വന്നു. അതിനുശേഷം ഒരു ഇടക്കാല സർക്കാർ വന്നു. തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ബാലന്റെ സർക്കാർ വന്നു. ബാലൻ അധികാരത്തിൽ വന്നയുടനെ മുഴുവൻ ഭരണ സംവിധാനത്തിലും സമൂലമായിട്ടുള്ള അഴിച്ചുപണികളാണ് അവിടെ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ അംബാസഡർമാരെ തിരിച്ചു വിളിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.